തീയയ്ക്കും യെരൂശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. കഴിഞ്ഞ 2 വർഷമായി നടക്കുന്ന സംഭവം. അങ്ങനെയെങ്കിൽ ഈ അടി ആരംഭിച്ചത് എവിടാ? ഇസ്രായേൽ ഹമാസ് സംഘടന തുടങ്ങിയത് എവിടാ തുടങ്ങിയെന്നറിയാമോ? ഒന്ന് അബ്രഹാമിന്റെ വീട്ടില. ആരാ? 2 മക്കൾ. ഒന്ന് ഇസ്മായിലും ഇസഹാക്കും. രണ്ടാമത്തെ അടി എവിടെയായിരുന്നു? ഒരമ്മയുടെ ഉദരത്തിൽ 2 പേരുണ്ടായിരുന്നു, ഏശാവും യാക്കോബ്. മൂന്നാമത്തെ സെമി ഫൈനൽ നമ്മൾ കണ്ടു. ആ സെമി ഫൈനൽ ഏലാ താഴ്വരയിൽ ദാവീദും ഗോലിയാത്ത്. ഇനി 4ാമത്തെ ഒരടി നടക്കാൻ പോകുന്നു. അതിന്റെ പേരാ ജെറുസലേമിലേക്ക് കരമുയർത്തുന്നവർക്കായി വരാൻ പോകുന്നു 3ാം ലോക മഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഇതിന്റെ പിൻപിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളും റഷ്യ അടക്കം ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു കാലം വരാറായി. അത് വരണമെങ്കിൽ, ഒരു ലോകമഹായുദ്ധം ഇവിടെ നടക്കണമെങ്കിൽ ഒരു റോഡ് ഇവിടെ വെട്ടണം. അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ചൈനയുടെ സിൽക്ക് പാത വരുമോ? ബൈബിൾ വായിക്കുന്നു, മോൻ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. വായിക്കാം. യെശയ്യാ പ്രവചനം 49:12. 2-3 വാക്യം കൂടെ പറയുമ്പോൾ ഈ രാത്രി, ബാക്കി നാളെ. യെശയ്യാ പ്രവചനം 49:12 ചൈനയുടെ സിൽക്ക് പാത വായിച്ചിട്ട് മോനെ. ഇതാ ഇവർ ദൂരത്തു നിന്നും, ദാണ്ടെ യെരൂശലേമിനെ ആക്രമിക്കാൻ ദാ വരുന്നു. ഇതാ ഇവർ ദൂരത്ത് നിന്ന്, ഇവർ വടക്ക് നിന്നും, ഇവർ വടക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന്, ഇവർ സീനീം ദേശത്തു നിന്നും വരുന്നു. സിനീം ദേശം, സിനിമ, ചൈന. എല്ലാവരും കണ്ടാട്ട് അജി ബ്രദർ ഇപ്പൊ ലൈവും കൊടുക്കും, പിന്നെയും കാണാം. ചൈനയുടെ സിൽക്ക് പാത. അതുകൊണ്ടായി റോഡുകളെല്ലാം വികസിക്കുന്ന. കരമന കളിക്കാവില്ല. ഇത് മനസ്സിലാകുന്നവർക്കായി. ദാണ്ടിപ്പം കന്യാകുമാരി നിന്ന് വണ്ടി വിട്ട ബോംബെ വരെ ചെല്ലാം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതുകൊണ്ട് 6 വരി പാത. ഈ റോഡ് എവിടെ ചെല്ലും? പണ്ട് രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തി, ഭാരത് ജോഡോ. കന്യാകുമാരി നിന്ന് നേരെ കാശ്മീർ വരെ ചെന്നു. കാശ്മീർ കഴിഞ്ഞാൽ അടുത്ത പട്ടണമുണ്ട് പാകിസ്ഥാൻ. പാകിസ്ഥാൻ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ ഇറാൻ. ഇറാനിൽ കൂടെ കയറിയ ഇറാഖിൽ ഇറങ്ങാം. ഇറാഖിന്റെ അപ്പുറത്തൊരു നദിയുണ്ട്. ആ നദിയുടെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിന്റെ അപ്പുറത്ത് തുർക്കി, സിറിയ. അതിന്റെ മേളിൽ കൂടെ ഇറങ്ങി ചെല്ലുന്നത് ഗോലാൻ കുന്ന്, ഇസ്രായേൽ. എത്ര ക്ലിയർ ബൈബിൾ. ഇതാ ഈ റോഡുകളെല്ലാം വലുതാവുന്ന അന്ത്യകാലം. ഇതോ ഇവർ വരുന്നു. വടക്ക് നിന്നും, തെക്ക് നിന്നും, പടിഞ്ഞാറ് നിന്നും വരുന്നു. അങ്ങനെയെങ്കിൽ അത്തി തളിർക്കണം, കൊമ്പിളതാകണം, വേനലെടുക്കണം. ഇന്ന് രാത്രി ഈ ഭാഗം നിങ്ങൾ കേൾക്കണം. ഇസ്രായേലിലെ സഹോദരിമാരെല്ലാം കേട്ടോ, അന്ത്യകാല സംഭവം കാനാവിലെ കല്യാണമല്ല. ഇസ്രായേലിലെ 3 മരങ്ങളോട് ദൈവം ഉപമിച്ചിട്ടുണ്ട്. ഒന്ന് അത്തി, അവന്റെ രാഷ്ട്രീയം. ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ അവൻ തളിർത്ത് കഴിഞ്ഞു. ലോകരാജ്യങ്ങൾക്ക് പേടി. അങ്ങനെയെങ്കിൽ ഈ തളിർപ്പിൽ ഒരു കാര്യം നടക്കും. വരാൻ പോകുന്നു തേർഡ് വേൾഡ് വാർ. മനസ്സിലാകുന്നവർക്കായി വായിക്കാം. യെശയ്യാ പ്രവചനം 19-ാം അധ്യായം 23-24. ഇവിടെ ഇച്ചിരി പ്രസംഗം എല്ലാവരും സമാനത കേൾക്കണം. യെശയ്യാ പ്രവചനം 19, 21, 24 വാക്യങ്ങൾ വായിച്ചാട്ട് മനെ. അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശ്ശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അതിന്റെ പേര് 57 ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിക്കൊന്ന്. ചേട്ടാ, ചേച്ചി, ഖത്തറിനെതിരെ വെടിവെച്ച എല്ലാ അറബ് ലീഗും അവിടെ കൂടി. മനസ്സിലാകുന്നവർക്കായി അശ്ശൂര്യർ മിസ്രൈമുമായിട്ട് ഒരുമിക്കും. അടുത്തത് വായിക്കാമനെ. അശ്ശൂര്യർ മിസ്രൈമിലേക്കും, മിസ്രൈമ്യർ അശ്ശൂരിലേക്കും ചെല്ലും. ദാ കിടക്കുന്ന അറബ് ലീഗ് ഒരുമിക്കുമെന്ന്. തങ്ങളിൽ അടികൂടിയ ഇറാനും, ഇറാഖും, അഫ്ഗാനും, പാകിസ്ഥാനും എല്ലാം കൂടെ കൂടി ഇസ്രായേലിനെതിരെ. ദാണ്ട് അശ്ശൂര്യർ മിസ്രൈമ്യരും ആരാധന കഴിക്കും. അടുത്ത വാക്ക് വായിക്കാം. മിസ്രൈമ്യർ അശ്ശൂര്യരോട് കൂടെ ആരാധന കഴിക്കും. ഇവരെല്ലാം ഒരുമിക്കുമെന്ന് പ്രാർത്ഥിച്ചിട്ട് അടിക്ക് തയ്യാറാകും. അന്നാളിൽ വായിക്കാമനെ. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. ഇന്ന് ആർക്കാ അനുഗ്രഹം? എല്ലാരും കേട്ടാട്ടെ. ഇന്ത്യക്കാർക്കാ ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ത്യയുടെ ആയുധപ്പുറകൾ മുഴുവൻ ആരെയാ? ഇസ്രായേലിന്റെയാ. അതുകൊണ്ട് ഇവിടെ എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഹമാസുമായിട്ടുള്ള വിഷയത്തിൽ സമരം നടത്തി. നമ്മുടെ BD സതീശൻ സാറ് സമരം നടത്തി, മാർക്സിസ്റ്റുകാർ സമരം നടത്തി, കോൺഗ്രസ്സുകാർ സമരം നടത്തി. നടക്കട്ടെ, നല്ല കാര്യം. അവർക്ക് നടത്താൻ അധികാരമുണ്ട്. ഡൽഹി പാർലമെന്റിനകത്ത് പ്രശ്നം ഉണ്ടായി. ആ സമയത്ത് മോഡി സാർ ഇങ്ങനെ കയ്യും കൊടുത്തിരുന്നു. 40 ദിവസത്തെ ഉപവാസം ആരാം കരോബായി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം പറഞ്ഞു മോഡി സാറിനോട്. മോഡി സാർ പറഞ്ഞു ഞാൻ മിണ്ടത്തില്ല. മനസ്സിലാകുന്നവർക്കായി അവസാനം പെരുമ്പോർ, ചെന്നൈയിലെ പെരുമ്പോർ, അവിടുന്ന് 3 കപ്പൽ ആയുധം. ഇസ്രായേലിന് ഇച്ചിരി ഷോർട്ടേജ് വന്ന്. കേരളത്തിൽ അരി കുറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 3 ലോഡ് അരി വന്നതുപോലെ ഇസ്രായേലിൽ ഷോർട്ടേജ് വന്ന്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ MP, മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ സുഹൃത്ത് ജോൺ ബ്രിട്ടാസ്, അദ്ദേഹം സഭയിൽ എഴുന്നേറ്റും പിന്നെ മോഡി സാറിനോട് പറഞ്ഞു, സാർ എന്തിന് ആയുധം കൊടുത്തു? അപ്പൊ മോഡി സാർ പറഞ്ഞ ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തു, കുഞ്ഞിനിരിക്കാം. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. തൽക്കാലം ഇങ്ങോട്ട് നിന്ന് അങ്ങോട്ട് കൊടുത്തു. ഇതെല്ലാം അന്ത്യകാല സംഭവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇന്ത്യ, ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്കായി. ദാണ്ടേ തിരുവനന്തപുരത്ത്
തൊട്ടടുത്ത് പാങ്ങോട് ഒരു മിലിറ്ററി ക്യാമ്പുണ്ട്. എല്ലാവരും കേൾക്കണം. അവിടെ ചെന്ന് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ അടുത്ത് ചോദിക്കണം, സാറേ ഇവിടെ ഇരിക്കുന്ന തോക്ക് ഏതാണ്? അവൻ പറഞ്ഞൊരു ഇസ്രായേലിന്റെ തോക്കാവും. കാർഗിൽ യുദ്ധത്തിനകത്ത് പാകിസ്ഥാന്റെ മണ്ടക്കടിച്ച തോക്ക് ഇസ്രായേലിന്റെ ടൈവർ ടാർ 21. യെശയ്യാ പ്രവചനം 54 മറ്റോ എഴുതിയിട്ടുണ്ട്. തീക്കൊള്ളി പോലെ ഞാൻ ഒരു ആയുധം തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. ഒന്ന് തിരുവനന്തപുരം. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാത്രി ചാക്ക, തിരുവനന്തപുരം ചാക്കയിൽ പോകണം. അവിടെ ബ്രഹ്മോസിന്റെ പ്ലാന്റ് ഉണ്ട്. എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾ പറയും പാസ് എന്തുവാ പറയുന്നത്? ദാണ്ട് ബറാക്ക് 8 മിസൈൽ. ഇതാ ഇന്ത്യ ഇസ്രയേൽ സംയുക്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചാക്കയിലെ പ്ലാന്റ്, ബറാക്കിന്റെ പ്ലാന്റ്, ബറാക്ക് മിസൈൽ. ഇതാ സെക്കരിയ പ്രവചനം എഴുതിയിട്ടുണ്ട്. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ അവൻ മിന്നൽ പിണറിനെ അയക്കും. ഇത് പാകിസ്ഥാനിലോട്ട് അയക്കാൻ തുടങ്ങിയപ്പോഴാണ് പാകിസ്ഥാൻ പേടിച്ചു തുടങ്ങിയത്. അതാ ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങളുടെ ശ്രേണിയിൽ നിൽക്കുന്നത്. ഇനി അടുത്ത കാര്യം കൂടെ പറയാം. തിരുവനന്തപുരം നമ്മൾ ചാക്കയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ശംഖുമുഖ എയർപോർട്ട്, പണ്ട് മഴയും കാറ്റും വരുമ്പോൾ പത്രവാർത്ത, മഴ കൂടുതൽ, വിമാനം ചെന്നൈക്ക് തിരിച്ചുവിട്ടു, വിമാനം കൊച്ചിക്ക് തിരിച്ചുവിട്ടു. ഇന്നിവിടെ പെരുമഴ, യെല്ലോ, മാങ്കോ, പൈനാപ്പിൾ. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. കുഞ്ഞമ്മാമ മീൻ വെട്ടുമ്പോൾ മത്തിത്തല പറക്കാൻ കാക്ക ഇറങ്ങുന്ന പോലെ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുന്നത് മനസ്സിലാകുന്നവർക്കായി. സകല റൺവേ ഇസ്രായേലിന്റെ കയ്യിൽ മനസ്സിലാകുന്നവർക്കായി. ഇൻസ്ട്രുമെന്റേഷൻ ലാൻഡിങ്. അത് കഴിഞ്ഞ് ഇന്നത്തെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മൊബൈൽ കമ്പനികൾ, IBM, അത് കഴിഞ്ഞ് ഇന്റൽ, മൈക്രോസോഫ്റ്റ്, ഇതെല്ലാം ഇസ്രായേലിന്റെ മനസ്സിലാകുന്നവർക്കായി. യവനോട് കളിച്ചാൽ അവൻ പീസ് ഊരും മനസ്സിലാകുന്നവർക്കായി. ഇന്നാൾ ഇതിൻ്റെ എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സ് IBM, ഇന്റൽ, അത് കഴിഞ്ഞിട്ട് അടുത്തത് മൈക്രോസോഫ്റ്റ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജെറുസലേമിലാവും, ലോകത്തിൻ്റെ മധ്യപകുതിയിലാവും. വെള്ളറടയിൽ ലൈമാണ്. അവിടുത്തെ KSRTC ഇപ്പോഴത്തെ ക്യാൻറ്റീനിൽ അച്ചായം പച്ചയ്ക്ക് തെറി വിളിച്ചു. ലൈമാൻ വിചാരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് അരി ഉണ്ട ഉണ്ടാക്കുന്ന ഞാനൊന്ന് കാണട്ടെന്ന് മനസ്സിലാക്കുന്നവർക്കായി. പീസ് ഊരി പോക്കറ്റിലാക്കി മായത്ത് പോയി കറങ്ങി വന്ന് 3 മണിക്കൂർ അച്ചായൻ്റെ മിക്സി വർക്ക് ചെയ്തില്ല. സ്വോത്രം. അതുപോലെ യവനോട് കളിച്ചു കഴിഞ്ഞാൽ യവൻ പീസ് ഊരിക്കഴിഞ്ഞാൽ ഒറ്റ വിമാനം പോകത്തില്ല. അബുദാബിക്കാരും ദുബായിക്കാരും പറഞ്ഞു നിന്റെ വിമാനം എല്ലാം ഉറങ്ങുമെന്ന്. സ്വോത്രം. ഇന്ന് എയർലൈൻ്റെ ബുക്കിങ്ങും എല്ലാം ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ് മനസ്സിലാകുന്നവർക്കായി. ബാക്കിയൂടെ പറഞ്ഞു തരാം. ഇന്നാൾ ഇൻഡിഗോയുടെ 180 വിമാനം എയർപോർട്ടിൽ കരഞ്ഞ് കണ്ണുനീരെന്ന് മാറും. ഒരു ലൈൻ അടിച്ചുപോയി മനസ്സിലാകുന്നവർക്കായി. പിന്നെ റെഡിയാക്കി. അതുപോലെ വെള്ളറടയിലെ ചേച്ചിമാരെടുത്തൊരു വാക്ക്, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം. സന്തോഷമില്ലല്ലോ. ഇതെല്ലാം ഇവന്റെ പരിപാടിയാണ്. നിങ്ങൾ ഒരു ATM കാർഡ് വെള്ളറടയിട്ട തിരുവനന്തപുരത്ത് കിട്ടണേ. കോർ ബാങ്കിങ് ബോംബെയിൽ ചെയ്തിരിക്കുന്ന ഇസ്രയേലാണ്. അവനൊരു പീസ് ഊരിയാൻ. കുഞ്ഞമ്മാമ വെള്ളറട കാർഡ് ഇടുമ്പോൾ കറുത്ത വര, ബ്ലറർ മനസ്സിലാകുന്നവർക്കായി. പിന്നെ പാലും ഇല്ല, ഫോൺ പേയും ഇല്ല. 2000 രൂപ കൈവച്ചാൽ നല്ലത് മനസ്സിലാകുന്നവർക്കായി. അവ ഏത് സമയത്തും പീസൂരിക്കളയും. അത്തിതളച്ചു കൊമ്പിളതായി. സാധാരണ പുള്ളിയല്ലവൻ മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി ലോകത്തിന്റെ ടെക്നോളജി മുഴുവൻ നിയന്ത്രിക്കുന്നത് യഹൂദനാ മനസ്സിലാകുന്നവർക്കായി. യഹൂദൻ ഇല്ലെങ്കിൽ ലോകമില്ല. അമേരിക്കയുടെ പ്രത്യേകത എന്താ? അമേരിക്കയിലെ ട്രംപ് യഹൂദനെ വിട്ടു വളരത്തില്ല. ഇവിടുത്തെ നാട്ടുകാർ ബഹളം വെച്ചാൽ നാസയും ഗാസയും നിയന്ത്രിക്കുന്ന യഹൂദൻ, അമേരിക്കയിലെ ബാങ്കുകൾ മുഴുവൻ നിയന്ത്രിക്കുന്ന യഹൂദൻ, അത് കഴിഞ്ഞ് ഫ്രാൻസിലെ ഡസൽഡറോഫ്, എല്ലാ കമ്പനികളും യഹൂദന്റെയാ. അവന്റെ കൈ ലോകത്തിലെ സംഭവത്ത് അത്തിതളിർത്തു കൊമ്പിളതായി വേനലെടുത്തു. ഒരു കാലത്ത് സലിം രാജ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നു. ഒരു കാലത്ത് അറബ് രാജ്യങ്ങളിൽ ഒരു യഹൂദൻ ഇറങ്ങാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ പറയും വേണ്ട വേണ്ട. ദാണ്ട പത്രവാർത്ത കണ്ടോ? ദൈവദാസന്മാർ ഇസ്രായേൽ UAE യാത്ര വിമാനം അബുദാബിയിൽ നിന്ന് ടെല്ലവീവിലേക്ക് യാത്ര വിമാനം ദാ കിടക്കുന്നു. ഇതാ ഞങ്ങളുടെ ബൈബിൾ. അത്തിതളിർത്തു കൊമ്പിളതായി. ഒറ്റ അറബ് രാജ്യത്ത് ഒരു കാലത്ത് യഹൂദൻ ഇറങ്ങാൻ പറ്റത്തില്ല. എന്നാൽ 2020 ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. കോവിഡ് കാലത്ത് ദുബായ്ക്കകത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് ഇസ്രായേലിന്റെ 6 കാലുള്ള പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലുമായിട്ട് കരാർ ഒപ്പിട്ടു. ബഹറിനുമായിട്ടും ദുബായുമായിട്ടും കരാർ ഇട്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ നിവർത്തി. അത്തി തളിർത്തു കൊമ്പിളതായി വേനലെടുത്തു. ആർക്കും അവനെ തൊടാൻ പറ്റത്തില്ല. സ്വോത്ര. ലോകരാജ്യങ്ങളെ അവൻ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു. അന്ത്യകാലം. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. അല്ലേ? അനുഗ്രഹമില്ലയോ? അവനല്ലേ ഏറ്റവും നല്ല മരുന്നുകൾ. ഇസ്രായേലിലെ അത്തി തളിർത്തു. അവിടുത്തെ തക്കാളി 4 തക്കാളി വെച്ച 1 കിലോ. വെള്ളറുടെ 15 തക്കാളി, അതിൻ്റെ ഇടയ്ക്ക് 50 ഗ്രാമിൻ്റെ കട്ടിയും വെക്കണം മനസ്സിലാകുന്നവർക്കായി. അതാ 1 കിലോ. അത് കഴിഞ്ഞ് കേരളത്തിലെ ഒരു പശുവിനെ കറക്കുന്ന ഒരു അമ്മമ്മ ആദ്യം വെള്ളമൊഴിച്ചാൽ 15 ലിറ്റർ കിട്ടും, അല്ലെ പിന്നെ വെള്ളമൊഴിക്കണം. ഇസ്രായേലിലാണെ പശുവിനെ കറക്കണ്ട, ദാണ്ട് അഴിച്ചു വിട്ടേക്കുക. തക്ക സമയമാകുമ്പോൾ പശു ഗോശാലയിൽ വരും. ഇലക്ട്രിക് സപ്ലൈ പോലെ ഒരു ഉപകരണം കൊടുക്കുമ്പോൾ പശുവിൻ്റെ അകടി ചുരുത്തും തന്നെ പാല് 45 ലിറ്റർ മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അത്തി തളിർത്തു കൊമ്പിളതായി പാലും തേനും എടുക്കുന്ന കനാൻ ദേശം. അങ്ങനെയെങ്കിൽ അവൻ കരയാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു സംഭവം നടക്കുന്നു. എന്താ സംഭവം എന്നറിയാമോ?
ഈ ജനം വരുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റി തുടങ്ങി. എല്ലാ മൊബൈലിലും കണ്ടു അന്ത്യകാല സംഭവം. ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം വരുന്നു. അതാ കുഞ്ഞാദ്യം വായിച്ചത്. ഇതാ അവർ വരുന്നു, തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എന്റെ ജനത്തിന് നേരെ ഒരു കൂട്ടം വരുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുമോ? വായിക്കുന്നു, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുമോ? എടുത്താട്ട് ബൈബിൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം കുഞ്ഞു വായിച്ചാട്ടെ. വെളിപ്പാട് 16-12-ാമത്തെ വാക്യം എല്ലാവരും ബൈബിൾ എടുത്താട്ടെ, വായിക്കാം. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. ഈ വചനമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ ചൈനയുടെ സിൽക്ക് പാത. വായിച്ചാട്ടെ. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. കരമുയർത്തുന്നവർക്ക് എല്ലാവരും ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ അതിലെ വെള്ളം വറ്റിപ്പോകും. അമ്മ ഇത് മനസ്സിലാക്കണം. ഇന്ന് തുർക്കി ഒരു ഡാം പണിയുന്നു. ആ ഡാമിന്റെ പേര് അട്ടട്ടാർ ഡാം. നമ്മുടെ അമ്പൂരിയിലും നമ്മുടെ നെയ്യാറി റിസർവോയർ കെട്ടിയതുപോലെ. അങ്ങനെയെങ്കിൽ ഇന്ന് എന്താ സംഭവം? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു അന്തിമ യുദ്ധത്തിന് വേണ്ടി. അതാ എല്ലാ മൊബൈലിലും വന്നു, യൂഫ്രട്ടീസ് പറ്റുന്നു. ഇന്ന് രാത്രി ഒന്നാമത്തെ ആശയം. മോനെ എഗസ്കേൽ 38:7 കൂടെ എടുക്കണം. സമയമുണ്ട്, 2 വാക്യം കൂടെ വായിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം സമാനത്തോടിരിക്കുക. ഇന്ന് കാറ്റിന് പ്രത്യേകിച്ച് ഫാനൊന്നും വേണ്ട, മനസ്സിലാകുന്നവർക്ക്. അതുകൊണ്ട് ഇച്ചിരി വചനം കേൾക്കട്ടെ, മനസ്സിലാകുന്നവർക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്താ സംഭവം എന്നറിയോ? മനസ്സിലാക്കി തരാം. ഇന്ന് ഈ തുർക്കിയിലെ തുർക്കി ഡാം പണിയുന്നു. അതുകൊണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റുന്നു. നിങ്ങളുടെ ഗൂഗിളിനകത്ത് എല്ലാവരെയും മൊബൈലുണ്ട്. ലാസ്റ്റ് യോഗം കഴിഞ്ഞ് കട്ടനടിച്ചിട്ട് ഗൂഗിളിനോട് ചോദിക്കണം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി കാണിക്കാൻ. മനസ്സിലാക്കാൻ. നെയ്യാറിനകത്ത് പന്തയിൽ വെള്ളം പറ്റി ഇങ്ങനെ കിടക്കുന്ന പോലെ കിടക്കുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. അതിനകത്തുകൂടെ യെരുശലേമിനെതിരെ ഒരു കൂട്ടം ജനം യുദ്ധം വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ യുദ്ധം ഇസ്രായേലിനെതിരെ ഒരു കൂട്ടം പേർ യൂഫ്രട്ടീസ് ടൈഗ്രീസ് വഴി ഗോലാൻ കുന്നുകളിൽ എത്തുന്നതിന് മുമ്പ്, അത് പൊരുളായി ഇവിടെ നടക്കുന്നതിന് മുമ്പ്, പണ്ട് നിഴലായി ഒന്ന് നടന്നു. മോശയുടെ ശബ്ദം കേട്ട് ഇസ്രായേൽ ജനം കട്ടളക്കാലിൻ കുരലും കുറുമ്പടിമേല് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം പുരട്ടിക്കൊണ്ട് ആയിരക്കണക്കിന് ജനം കടന്നു വന്നപ്പോൾ, അവരെ ചെങ്കടലിനകത്ത് വന്നപ്പോൾ, മോശ വടി നീട്ടിയപ്പോൾ, അന്ന് രാത്രി മുഴുവന് കിഴക്കൻ കാറ്റടിപ്പിച്ച് ദൈവജനത്തെ അക്കരെ കടത്തിയെങ്കിൽ ഇന്ന് രാത്രി ആദ്യത്തെ ആശ്രയം ഇസ്രായേലിനെതിരെ ഒരു കൂട്ടം എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ മധ്യാകാശത്തിൽ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മടങ്ങി വരാറാ. ഇന്ന് രാത്രി വെള്ളറണേ ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അന്ത്യകാല സംഭവം. അതുകൊണ്ടാ കൂട്ടുകോണത് സജിമൻ ഭാഷ എടുത്ത് ഞാൻ പറഞ്ഞത്. ഇവിടെ പ്രസംഗിക്കുന്നത് കർത്താവിന്റെ വരവാ. ഇതെല്ലാം നോട്ട് ചെയ്യണം. ഇനി വെള്ളറടെ ആരും വരത്തില്ല, അവര് പ്രസംഗിക്കത്തുമില്ല. ഇത് 2 പ്രസംഗമായി. വെള്ളറടയിലെ പ്രസംഗം 8:05 തുടങ്ങും, 9 മണിക്ക് ഹല്ലേലൂയ ഹോശന്ന. സന്തോഷമില്ലല്ലോ. കൺവെൻഷന്റെ ചെലവ് 5 ലക്ഷം, പ്രസംഗം 55 മിനിറ്റ്. സന്തോഷമില്ല, സ്വോത്രം. എന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ. ഇതുപോലുള്ള കൊച്ചു കൺവെൻഷൻ കാണുമെന്ന് വല്ല നോട്ട് എഴുതി നീ രക്ഷപ്പെട്ടു. ഇന്ന് ഞങ്ങളുടെ ഉപദേശിമാർ കാനാവിലെ കല്യാണം കൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ. 25 കൊല്ലമായിട്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടിരിക്കുക. മാറ്റമില്ല, സ്വോത്രം. കഴിഞ്ഞ എവിടോ ഞാൻ ഇവാഞ്ചലിക്കൽ കൺവെൻഷൻ എന്ന് ബുക്ക് ചെയ്തപ്പോൾ ഒരച്ഛൻ എന്നോട് പറയാം, പാസ്റ്ററെ കർത്താവിൻ്റെ വരവേ പറയാവ്, കാനാവിലെ കല്യാണ വീട്ടുകളും കൊണ്ട് ഇങ്ങോട്ട് വരുതെന്ന്. സ്വോത്രം. ഞാനിവിടെ വെള്ളം വീഞ്ഞാക്കിയിട്ട് കുറേ നാളായി. ഇനി പാസ്റ്ററോടെ വന്ന് വെള്ളം വീഞ്ഞാക്കരുതെന്ന് മനസ്സിലാക്കുന്നവർക്കായി. കാലം തീരാറായി, കാന്തൻ വരാറായി. അതുകൊണ്ട് ചങ്കേറി വചനം പ്രസംഗിക്കുന്നത്. എനിക്കിപ്പം നിർത്തിയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴേ പാസ്റ്ററോട് പറഞ്ഞു 2 മണിക്കൂർ വേണം. ഈ വചനം കേൾക്കണം. കാന്തന്റെ വരവിൽ എടുക്കപ്പെടണം. ലോക സംഭവങ്ങൾ മുഴുവൻ മശിഹായുടെ വരവിനെ കാണിക്കുക. ആരും കൈവിടപ്പെട്ടു പോകരുത്. വെള്ളറടെ ഒരിക്കൽ കൂടി കർത്താവ് സ്നേഹിയിൽ നിന്നുണ്ട്. ഈ പെരുമഴയ്ക്കകത്ത് ജീവന്റെ വചനം ഇവിടെ മുഴങ്ങുന്നത്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. 2 കാര്യം കൂടെ. ഇന്ന് രാത്രി യുദ്ധം നടക്കുമോ? അതിന് വിട്ട് ഒരു കൂട്ടം എടുക്കപ്പെടും. വായിക്കാൻ മോനെ എസെക്കിയേൽ 38:7. ഈ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആരുമായി കൈകൊടുക്കുക? റഷ്യയുമായി കൈകൊടുക്കുക. ഇന്ന് റഷ്യ അവർക്ക് മേധാവിയായി. വായിക്കാൻ മോനെ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും ഇതെടുത്താട്ടെ. എസെക്കിയേൽ 38:7 ഈ തലമുറയിൽ നടന്ന സംഭവം. വായിക്കാൻ മോനെ എസെക്കിയേൽ 38:7 മോൻ വായിച്ചാട്ടെ. എസെക്കിയേൽ പ്രവചനം 38:7 വായിച്ചാട്ടെ. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. നീ അവർക്ക് മേധാവിയായിരിക്കുക. ഇതാ മക്കളെ, ഇന്നാള് നിങ്ങൾ കണ്ടത് റഷ്യ, ചൈന, നമ്മുടെ മറ്റേ കൊറിയ, യോമാര, മാഗോഗ്,
നമ്മുടെ കോട്ടയം ഭാഷ പറഞ്ഞ കറിയാച്ചൻ തോമാച്ച അവറാച്ച യവന്മാർ മൂന്ന് ഒരുമിച്ചിരിക്കുക. സ്വോത്രം. യവന്മാർ മൂന്ന് നേതാക്കന്മാർ പറയുന്ന ജസ്റ്റിൻ പാസ്റ്റർ ഇപ്പൊ ആയുസ് 150 ആക്കാൻ പറ്റുമെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് കസേര വിടത്തില്ല. ഞങ്ങളുടെ പെന്തിക്കോസിലെ മൂപ്പന്മാരിരിക്കുന്ന യവന്മാരും ഇരിക്കുക. മനസ്സിലാകുന്നവർക്ക് യവന്മാരാ കഴിഞ്ഞ ദിവസം ഒരുമിക്കുന്നത് അമേരിക്കയ്ക്ക് നേരെ. അതുകൊണ്ടാണ് സ്വർണ്ണവില കൂടുന്നത്. മനസ്സിലാക്കി തരാം എന്തുകൊണ്ട് സ്വർണ്ണവില കൂടുന്നു. എണ്ണവില ഡോളറിൽ നിന്ന് മാറാൻ പോവുക. ക്രിപ്റ്റോ കറൻസി. മനസ്സിലാകുന്നവർക്കായി കീക്കി വരാൻ പോവുക. അതുകൊണ്ടാണ് ഈ സ്വർണ്ണവില കൂടുന്നത്. അല്ല സ്വർണം കിട്ടാഞ്ഞിട്ടല്ല. ലോകം ഒരുവന്റെ കയ്യിൽ വരുന്ന ഒരു കാലത്തിലേക്ക് വരുന്നു. നീ അവർക്ക് മേധാവിയായിരിക്കും. ഏറിയ നാൾ കഴിഞ്ഞ് വായിച്ചാട്ട് മനെ അടുത്ത വാക്ക് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. ഈ ബൈബിൾ ഇവിടെ കൊണ്ടുവന്നവർ ലാറ്റർ ഡേയ്സ് ആര് സന്ദർശിക്കും? റഷ്യ സന്ദർശിക്കും. നാളെ രാത്രി അവിടെ വെച്ചാ എവിടെ വെച്ചാ നീ സന്ദർശിക്കപ്പെടുന്നത്? വായിക്കാവോ? വാളിന് ഒഴിഞ്ഞു പോകുന്നത്. ഈ റൂട്ട് അവസാനം ചെയ്യുന്ന വെള്ളറുടെ വണ്ടി ഇതുവരെ 5 മരങ്കാല വിട്ട് മണ്ണാങ്കോണം കിളിയൂരായിട്ടേ ഉള്ളു. തമ്പാനൂർ എത്തണ വഴി വരുവാ. അടുത്ത വാക്ക് വായിച്ചാ. ജാതികളിൽ നിന്നും കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ആഫ്രിക്കയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കമെന്ന് ചേരും. കരമുയർത്തണ ഒടുക്ക. ഇത് ചെല്ലാൻ പോകുന്നത് അവിടെ. അതിനു മുമ്പ് ഒരു കൂട്ടവിടെ എടുക്കപ്പെടാൻ പോകും. അതിനായി കൺവെൻഷൻ. വായിക്കാമോനെ. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന 48 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിച്ചു. മൂങ്ങ മൂളി ആകെ കിടന്ന പരമ്പ് പോലെ കിടന്ന ഒരു പ്രദേശത്ത് നീ റഷ്യ ചെല്ലാൻ പോകും എന്ന് അത്തിതളിച്ചു കൊമ്പിളാൽ. വായിക്കാമോനെ. പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തുന്നവർക്കായി അന്തിമ ദിനം വരാൻ പോകുന്നു. ഇസ്രായേൽ പർവ്വത നിരങ്ങളിൽ ആ യുദ്ധം അവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാറായി. ആരാ? കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. യഹോവ ഇര പൊന്നമ്പി കുഞ്ഞാടിന്റെ കല്യാണവും വന്ന് തന്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ. വിശുദ്ധൻ മുട്ടുമടക്കട്ടെ. സകലർക്കും പ്രതിഫലവുമായി എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അവസാന ഭാഗം. അതിനു മുമ്പ് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടോണം. വായിക്കാം. എസെക്കിയേൽ 21, 26, 27. മോൻ എടുത്താട്ടെ. എല്ലാവരും ഈ വാക്യം എടുക്കണം. എസെക്കിയേൽ 21, 26, 27. ഇന്ന് രാത്രി ചില ടിക്കറ്റ് ഇവിടെ തരാൻ പോവാ. സൗജന്യമായത് കരസ്ഥമാക്കണം. എസെക്കിയേൽ പ്രവചനം 21, 26, 27. വായിക്കാം. ആകയാൽ നിന്റെ നാൾ വന്നിരിക്കുന്നു. എസെക്കിയേൽ 21, 26, 27 മോനെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അങ്ങനെ ഇല്ലയോ വാക്യം? ഒന്ന് നോക്കിയാട്ടെ. ഒന്ന് വായിച്ചോ മോനെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു. കണ്ണാടി ഒരെണ്ണം മോനും തരാം. എന്റെയും കാഴ്ച കുറയുന്നു, മോന്റെ കാഴ്ചയും കുറയുന്നു. കണ്ണാടി ഒന്ന് ശരിയാക്കാം. അതുകൊണ്ട് എസെക്കിയേൽ 21, 26, 27. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വായിക്കാം. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കുകയില്ല. ഭരണകൂടങ്ങൾ തകരുന്നു. അതുകൊണ്ടല്ലേ സ്റ്റേജിനകത്ത് കുഞ്ഞുങ്ങൾ പാടുന്നു. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. എല്ലാം തീരുവെന്ന്. അടുത്ത വാക്ക് വായിര്. ഞാൻ താണതിനെ ഉയർത്തുകയും. ദാണ്ടെ ഭരണകൂടം തകർന്നില്ലയോ? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നേപ്പാളി ചെറുപ്പക്കാരെല്ലാം കൂടെ കേടി എന്തോ ജിൻസോ അതോ ജീൻസോ എന്തായാലും കുഴപ്പമില്ല. സ്വോത്രം. പക്ഷെ എല്ലാം അവനോട് കയറി ഭരണകൂടത്തെ തകർത്തു. 2020 ശേഷം ചെറുപ്പക്കാരെ കൂട്ടായ്മ തുടങ്ങി. അവരുടെ മൊബൈൽ കൂട്ടായ്മയാ ജീൻസോ എല്ലാം കൂടെ ചെന്ന് ഭരണകൂടത്തെ കത്തിച്ച് താഴെയാക്കി. പണ്ട് വെള്ളറുടെ പാടുമ്പോൾ കുഞ്ഞമ്മാമ ചിരിക്കായിരുന്നു. ഭാഷ എന്ത് പറയുന്നത്? ബംഗ്ലാദേശ് തീർന്നു. അത് കഴിഞ്ഞ് നേപ്പാളും തീർന്നു. ലഡാക്കി യവന്മാർ അടി ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ മൊസാദ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, സാറ് ലഡാക്കി അടി വരാൻ പോവുക. ഇന്ത്യയുടെ ഇന്റലിജൻസ് അവന്മാരൊക്കെ ഉറങ്ങിയതാ. ഇസ്രായേൽ പറഞ്ഞിട്ട് 2 എഞ്ചിനീയർമാരെ പിള്ളേരെ പിടിച്ച് പൂട്ടി. അതുകൊണ്ട് ലഡാക്ക് രക്ഷപ്പെട്ടു. അല്ലേ അവിടെയും കലാപമാണ്. സ്വോത്രം. ഇസ്രായേലാ പറഞ്ഞ അടുത്ത ഇങ്ങോട്ട് തീ കൊളുത്തുന്നത്. നമ്മുടെ ദീപാവലിക്ക് മാലപ്പടക്കം ഇങ്ങോട്ട് വരുന്നു. സ്വോത്രം. ബംഗ്ലാദേശ് കത്തി. നേപ്പാളി ഭരണം പോയി. ലഡാക്കി ജനം ഇറങ്ങിയപ്പോൾ മോഡി സാറും അമിത്ഷായും കൂടെ എല്ലാത്തിനെയും പൂട്ടി ജയിലിനകത്താക്കി ചപ്പാത്തിയും കൊടുത്തു. സ്വോത്രം. അല്ലെ ലഡാക്കും കത്തിയാണ്. ഭരണകൂടം തകരുന്നു, ജനം ഇളകുന്നു. എല്ലാം അന്ത്യകാല സംഭവം. എത്ര രാത്രി പ്രസംഗിച്ചാലും ഇതൊന്നും അവസാനിക്കത്തില്ല. ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് താഴ്ന്നതിനെ ഒന്ന് വായിച്ചിട്ട് മോനെ. ഒന്ന് ആവേശത്തോട് വായിച്ചിട്ട്. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അവിടെ നിന്നാട്ട് ദാണ്ടെ ഭരണകൂടങ്ങൾ മാറിയില്ലേ? ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഗുജറാത്തിൽ ഓടുന്ന തട്ടുകട ചായ എടുത്തുകൊണ്ടിരുന്ന മോഡി സാർ 3ാം ടൈം ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? കണ്ണൂർ പിണറായിൽ. ഞാൻ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു. ഈ ഇടയ്ക്ക് ശ്രീകണ്ഠാപുരം കണ്ണൂരെല്ലാം തൂത്തുറക്കി അടിച്ചു. സ്വോത്രം. അവിടെ എല്ലാം പിണറായി പാറപ്പുറം വരെ പോയി കണ്ടു. ഒരു ചെത്തുതൊഴിലാളി കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി 2ാം ടൈം കേരളത്തെ ഭരിക്കുന്നു.
அந்த பக்கம் தமிழ்நாடு இருக்குன்னு ஐயா முன்னாடி அங்கே இருக்கிற முதலமைச்சர் யார் வெள்ளரேக்க இருக்கிறவருக்கும் அறியத்தில களியில் கிடക്കുന്നவர்கள் அவர் தான் അണ്ണാടിഎംകെ ഓഫീസിൽ ടീ പോട്ടിരുന്ന പന്നീർ സെൽവ മനസ്സിലാകുന്നവർക്കായി അവൻ തമിഴ്നാടിൻ മുതലമച്ചർ മനസ്സിലാകുന്നവർക്കായി കുഞ്ഞമ്മയെ അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ആഫ്രിക്കയിൽ നിന്ന് കൃഷി ചെയ്യാൻ വന്നവന് അവൻ കയറി സ്വോത്രം അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആരാ രാംനാഥ് കോവിന്ദ് കോട്ടൂരിൽ ഒരു കാണി കുടുംബത്തിൽ പോലെ അവിടുന്ന് വന്നു ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ ദ്രൗപദി മുർമു സന്തോഷമില്ലല്ലോ ഒരു പിന്നോക്ക കുടുംബത്തിൽ നിന്ന് താണവൻ ഉയരും ഉയരവൻ താഴോ തീർന്നില്ല പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വെള്ളറ നല്ല UIT കോളേജ് ഇപ്പുറത്ത് 5 മരക്കാല സ്കൂള് എല്ലാവരും കേൾക്കണോ ആരാ ബ്രിട്ടനിൽ നേരത്തെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അവന്റെ പേരായിരുന്നു ഋഷി സുനക് ഇന്ത്യക്കാർ ഒരു ഞാഞ്ഞൂല് മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ 200 കൊല്ലം ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടൻ അവിടെ പക്ഷെ അവൻ വീണ്ടും അവിടെ ആയിപ്പോന് അവൻ ആദ്യം ഇസ്രായേലിലൂടെ നിന്ന് പിന്നെ അവൻ കാല് മാറാൻ തുടങ്ങി കർത്താവ് വിചാരിച്ച് നിന്റെ കാല് ഞാൻ തീർക്കാന്ന് സ്വോത്രം അപ്പം ബ്രിട്ടനിൽ ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി വന്നു അവന്റെ പേരാ കെയ്മർ അവന്റെ ഭാര്യ ഒരു യഹൂദ സ്ത്രീയാ കർത്താവിനും പിടികിട്ടി അമ്മാമ്മ വിചാരിച്ചെങ്കിൽ അച്ഛൻ്റെ ചരട് വലിക്കാൻ പറ്റും മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം അതുകൊണ്ട് ബ്രിട്ടനിൽ കെയ്മർ താഴ്ന്നവൻ ഉയരും ഉയരുന്നവൻ താഴും അടുത്തതുകൂടെ ദൈവമക്കൾ കേൾക്കണം കോട്ടയം ഇതൂടെ കേട്ടിട്ട് ഇന്ന് രാത്രി എഴുന്നേക്കാവൂ ഉഴവൂരിൽ നിന്ന് ഒരു വ്യക്തി വന്നു ദരിദ്ര നാരായണൻ KR നാരായണൻ കരമുയരുന്നില്ലല്ലോ ഇന്ത്യയുടെ പ്രസിഡന്റായി KR നാരായണൻ അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയാം അദ്ദേഹം ആഫ്രിക്കയിൽ അംബാസിഡർ ആയിരുന്നു അന്ന് ഈ ആഫ്രിക്കയിലെ നേതാക്കള് ഇന്ദിരാജിയോട് പറഞ്ഞു ഈ നാരായണനെ ഇന്ത്യയുടെ പ്രസിഡന്റാക്കാൻ അങ്ങനെ ഇന്ദിരാഗാന്ധി പ്രസിഡന്റാക്കി KR നാരായണനെ ഓർക്കുമ്പോൾ ഇന്നത്തെ പെന്തിക്കോസുകാർ CSIക്കാർക്ക് ഒരു വാക്യം ഞാൻ പറഞ്ഞുതരാം സ്വോത്രം അദ്ദേഹം ഉഴവൂർ എല്ലാവരും കേൾക്കണത് ഉഴവൂർ സ്കൂളിൽ ഒരു സെന്റ് മേരീസ് എന്ന് പറയുന്ന ഒരു കത്തോലിക്കരുടെ സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടിരിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു ബാബു ഇദ്ദേഹം ഒരു ഓലക്കൂടില എല്ലാ ചേച്ചിമാരും കേൾക്കണം നിങ്ങൾക്ക് വേണ്ടിയ പ്രസംഗം അപ്പം ഈ ബാബു വന്ന് എന്നും വീട്ടിലെ കാര്യം പറയും നാരായണൻ ചേട്ടന് ഭയങ്കര താല്പര്യം വീട് കാണാൻ അപ്പോൾ ബാബുവിനോട് പറഞ്ഞു നിൻ്റെ വീടൊന്ന് കാണണം കാറൊന്ന് കാണണം ബാബു പറഞ്ഞു വരരുത് ഞായറാഴ്ച അപ്പനും അമ്മയും പള്ളിയിൽ പോകുന്നതിൻ്റെ അന്ന് വരണമെന്ന് അമ്മാമ്മ കേട്ടോണം ഒരു ഞായറാഴ്ച ഈ നമ്മുടെ KR നാരായണൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് വെള്ളവും ചായയും എല്ലാം കൊടുത്തു ഇറങ്ങി വന്ന് ഭയങ്കര സന്തോഷമായി താഴെ കൂട്ടിനകത്ത് 2 നായകൾ കിടക്കുന്നു അതിൻ്റെ മുമ്പിൽ നല്ല ചിക്കനും ചോറും ഇരിക്കുന്നു നാരായണ കണ്ണ് തള്ളിക്കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞ് എല്ലാവരും കേൾക്കണം സ്കൂളിൽ AO വന്നു ഓരോ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ചു നിനക്കാരാവണം ടീച്ചർ ആവണം ചിലർ പറഞ്ഞു എഞ്ചിനീയർ ആവണം നാരായണൻ ആരാവണം നാരായണൻ എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് ആരും ആകണ്ട ബാബുവിൻ്റെ വീട്ടിലെ കൂട്ടിലെ പട്ടിയായാൽ മതി സ്വത്രം AO കരഞ്ഞു കന്യാസ്ത്രീമാരെ റൂമിൽ കൊണ്ടു എല്ലാ CSI പെന്തിക്കോസുകാരും കേട്ടാട്ട് അവിടെ ചെന്നിട്ട് നാരായണൻ അതെന്താ പറഞ്ഞെന്ന് വെച്ച് സാറേ ഒരു ആഹാരം നല്ലതുപോലെ കഴിച്ചിട്ട് 4 ദിവസമായി ആ കൂട്ടിലെ പട്ടിയുടെ മുമ്പിൽ നിന്ന് ആഹാരം കിട്ടി എനിക്കത് മതിയായിരുന്നു സ്വോത്രം അങ്ങനെ കത്തോലിക്കരെടുത്ത് പഠിപ്പിച്ചതാ KR നാരായണൻ ഇന്ന് നമ്മുടെ CSI പെന്തക്കോസ് ഇറങ്ങിയപ്പോൾ നിനക്കൊന്നുമില്ലായിരുന്നു ഇന്ന് വീടായി കാറായി ഭദ്രാസനത്തിനടി സിംഹാസനത്തിനടി ബാക്കി മകായുടെ ബാക്കി CSIക്കാരുമടി എല്ലാത്തിനെയും ദൈവം ന്യായം വിധിക്കുക സന്തോഷമില്ലല്ലോ ഇലക്ഷനും തെരഞ്ഞെടുപ്പും കമ്മിറ്റി എൻ്റെ പെന്തിക്കോസുകാരാ നീ ഇറങ്ങിയപ്പോൾ മുരിങ്ങയിലെ ജീരയിലെയാ ഏതാണ്ട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും നിലവിളിച്ച് നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വെളിനാട്ടിലായി നല്ല നോട്ടും കിട്ടി ഗൂഗിൾ പേയും ഫോൺ പേയും കിട്ടിയപ്പോൾ എല്ലാം കസേരക്കടിയാ അവിടെ വിഭജനം ഇവിടെ വിഭജനം അവിടെ അടി ഇവിടെ അടി വോട്ടിന് നോട്ട എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക എല്ലാത്തിനെയും ദൈവം അടിക്കാൻ പോവുക മനസ്സിലാകുന്നവർക്ക് ദൈവാലയത്തിന് ദൈവസഭയ്ക്കും വചനത്തിനും എതിരെ നിൽക്കുന്ന സകലരും കരയും സ്വോത്രം മകാട് ഇവിടെ ഇരിപ്പുണ്ട് തോണ്ടായി തൊട്ടപ്പുറത്ത് 5 മരങ്കാലയിൽ സുന്ദരമായിട്ട് ഞാൻ പ്രസംഗിച്ച CSIക്കാർ കേട്ടാട്ടെ കർത്താവിൻ്റെ വരവ് നെഞ്ചുകീറി 4 രാത്രി ഞാൻ പ്രസംഗിച്ചതോ എൻ്റെ സ്നേഹിതരായിരുന്നു ഇസ്രായേൽ തോമസ് അച്ഛനും ഷൈനച്ഛനും ആ കാലഘട്ടത്തിൽ രണ്ടാമത് വിളിച്ചപ്പോൾ പാളയത്തിൽ നിന്നൊരു കട്ട് സ്വോത്രം കട്ട് ചെയ്തവന്മാരെല്ലാം ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നിന്റെ കണ്ണുനീർ മാറും സ്വോത്രം ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ചങ്കൂറ്റത്തോട് ഇവിടെ പ്രസംഗിക്കുന്നു സ്വോത്രം ഇതാ ജീവന്റെ വചനം അന്ന് മകായിയുടെ മേൽ വഴക്കുണ്ടാക്കിയ സകലരോട് ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നിങ്ങളുടെ മേൽ വരും ബിഷപ്പിനെയും പിടിക്കും പാസ്റ്റൽ ബോർഡിനെയും പിടിക്കും എല്ലാത്തിനെയും പിടിക്കും അവരുടെ പള്ളികളിൽ മുഴുവൻ ഞാൻ പ്രസംഗിച്ചത് സത്യ സുവിശേഷത്തിനെതിരെ നിന്ന് കക്ഷിക്കും കമ്മിറ്റിക്കും നിന്ന് CSIക്കാരൻ നിന്നെയും വിടത്തില്ല
പെന്തിക്കോസുകാരൻ നിന്നെ വിടത്തില്ല. നമ്മുടെ ദൈവം ആര്? ന്യായവിധിയുടെ ദൈവം. മനസ്സിലാകുന്നവർക്കായി പലരും പറയും കർത്താവിന്റെ പോക്കറ്റിലാണത്. പണ്ടായി പോയി. സ്വോത്രം. അനീതി ചെയ്യുന്നവനെ ന്യായം വിധിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം. നാളെ ഇവിടെ യോഗമുണ്ട്. ഇന്ന് രാത്രി സഹോദരങ്ങളോട് നമ്മൾ ഇറങ്ങിയപ്പോ എന്തോ ഉണ്ടായിരുന്നു അമ്മാമ്മ? ഒട്ടിയ വയറുണ്ടായിരുന്നു. വീട്ടിനകത്ത് എന്തോ ഉണ്ടായിരുന്നു? ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഒരു 2 മുണ്ടും 2 ഉടുപ്പുമായിട്ടിറങ്ങിയ സജു ചാത്തൻ്റെ 2 പാവാട ഉടുപ്പായിട്ടിറങ്ങിയ കൊച്ചുങ്ങൾ. ഇന്ന് അലമാരി തുറന്ന ദാ കിടക്കുന്ന ഏതിടണമെന്ന് അറിയത്തില്ല. സന്തോഷം ഇല്ലല്ലോ ബന്ധുക്കോസുകാരാ. കൈ വച്ച ബിസ്ക്കറ്റും ബിരിയാണിയും കൈ കിട്ടുക ഓൺലൈൻ. അവിടം വരെ നിന്റെ ക്യാഷ് ബാങ്കിലായി. ഇന്ന് രാത്രി ദൈവത്തെ മറന്നുകൊണ്ട് കമ്മിറ്റിക്കും കലശത്തിനും അതിനകത്ത് സഭയ്ക്കകത്ത് പോരും മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും ചെയ്യുന്ന സകല ബന്ധുക്കോസുകാരെ ന്യായം വിധിക്കുക. എന്റെ കർത്താവ് വരാറാ. ഇന്ന് രാത്രി മടങ്ങി വാ. തന്റെ ജനം താഴ്മയോടെ ഇരുന്ന് മുട്ടുമടക്കി വെള്ളറടയിൽ കരയാമെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരെ പണ്ടത്തെ പോലൊരു ശുഭകാലം തരുവോ. എന്റെ കർത്താവ് വിശ്വസ്തൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പാസ്റ്റർമാർ മടങ്ങി വരട്ടെ, സെൻട്രൽ പാസ്റ്റർമാർ മടങ്ങി വരട്ടെ, കൺവെൻഷൻ പ്രാസംഗികർ മടങ്ങി വരട്ടെ. ഏതിൽ നിന്ന് നീ വീണിരിക്കുന്നുവോ രീതിയിൽ നിന്ന് നീ വീണിരിക്കുവോ, അനുദപിച്ച് ഉപേക്ഷിച്ച് നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വരികയോ. നീ മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്താൽ നിന്റെ നിലവിളക്ക് എന്റെ നിലയിൽ തന്നെ കെടുത്തിക്കളയും. മനസ്സിലാകുന്നവർക്കായി ആത്മാവ് സഭകളോട് പറഞ്ഞ് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഭരണകൂടങ്ങൾ തകരുന്നു. അവസാന വാക്കിലേക്ക് വായിക്കാൻ മോനെ. അടുത്ത വാക്ക് അതങ്ങനെ ഇരിക്കയില്ല. അവൻ താഴ്ന്നതിനെ ഉയർത്തു, ഉയർന്നതിനെ താഴ്ത്തു. വായിക്കാം. ഞാനതിന് ഉന്മൂലനാശം. അവിടെ നിൽക്കട്ടെ പെരിയ. ഇതാ പ്രസംഗം ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പോവാ. അതിന് ഉന്മൂലനാശം. അതാ 1-ാം ലോകമഹായുദ്ധം. അടുത്ത മോൻ വായിക്കട്ടെ. ഉന്മൂലനാശം 2-ാം ലോകമഹായുദ്ധം. അടുത്തത് ഉന്മൂലനാശം. അതിന്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. അത് ആരംഭിക്കുന്നതിന് മുമ്പ് വെള്ളറുടെ ഒരു സംഭവം നടക്കും. അതാ പൊന്നമ്പി കൺവെൻഷൻ. വായിച്ചിട്ട് മോനെ അടുത്തത്. വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതിരിക്കും. കരമുയർത്തുന്നവർക്കായി ആ വെടിവെപ്പ് ഇവിടെ ഉയരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി അവസാന സെക്ഷൻ മറ്റൊരു ശബ്ദം ഇവിടെ മുഴങ്ങാറായി. അതിന്റെ പേര് കർത്താവ് തൻ ഗംഭീര നാദം. പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. ആത്മാവ് സഭകളോട് പറഞ്ഞ് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവസാനിപ്പിക്കാൻ പോവുക. ബാക്കി നാളെ. ഇന്ന് രാത്രി കേട്ടാട്ടെ. 5 അവസരങ്ങൾ യൂദായ്ക്ക് ദൈവം കൊടുത്തു. എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, എന്നോടുകൂടെ പന്തിയിലിരിക്കുന്നവൻ. 3-ാമത്തെ കാര്യം മനുഷ്യൻ ജനിക്കാതെ ഇരിക്കുന്നെങ്കിൽ 4 യൂദായേ മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടെ നീ കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഭാഗം കാൽവറിയിൽ യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണേ. കരമുയർത്തുന്നവർക്കായി 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റുകൊടുത്തിട്ട് അവന്റെ ഉള്ളിൽ പാപഭാരം പുരോഹിതന്മാരുടെ നടുവിൽ കൊണ്ടുവന്ന് ആ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞു. അവന്റെ ഉള്ളിൽ പാപഭാരം. അക്കൽദാമയിൽ ഒരു മരം കണ്ടു. മരത്തിനകത്ത് അവൻ കയറി. ഇന്ന് രാത്രി എല്ലാവരും കേട്ടാട്ടെ, ഇതാ സത്യവചനം. അവൻ മരത്തിനകത്ത് കയറി കയറിട്ട് കുരുക്കി. കയറിന്റെ കുഴപ്പമോ ചില്ലയുടെ കുഴപ്പമോ എന്ന് എനിക്കറിയത്തില്ല. അവൻ താഴേക്ക് പതിച്ചു. അവന്റെ തലയിടിച്ചു. മക്കളെ, അവന്റെ കുടൽമാല ചിതറി അവൻ പട്ടുപോയി. ഇന്ന് രാത്രി 5 അവസരങ്ങൾ യൂദായ്ക്ക് കിട്ടിയിട്ട് അവൻ മാനസാന്തരപ്പെട്ടില്ല. വന്നോ അവന്റെ മുൻപിൽ മരണം. ഒരു വാക്കിന്ന് രാത്രി പറയാ, വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ കരമുയർത്തുന്നവർക്കാൽ പുത്രനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ചുംബിപ്പേ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കു ഈ രാത്രി ദൈവശക്തി. ചങ്കിനകത്ത് വചനം കയറി അക്കൽദാമയ്ക്കകത്ത് പുരോഹിതന്മാരുടെ മുമ്പിൽ പൈസ എറിഞ്ഞിട്ട് അവൻ ആ കാൽവറിയിൽ വന്നൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞാൽ മതിയായിരുന്നു. കർത്താവേ, ഞാൻ തെറ്റിപ്പോയി. നിന്നെ ദൈവസന്നിധിയിൽ ചേർത്തേനെ. മക്കളെ, അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം വരും, കോട്ടയ്ക്കകത്തും മരണം വരും. എന്നാൽ അതിനു മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മനസ്സിലാകുന്നവർക്കായി അവസാന ഭാഗത്തിലേക്ക് എൻ്റെ സമയത്തിൻ്റെ പരിസമാപ്തി കൃത്യം ഞാനൊരു സമയം പറഞ്ഞാൽ അവിടം കൊണ്ട് അവസാനിപ്പിക്കപ്പെടണം. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ബാക്കി നാളെ രാത്രി കേൾക്കാം. എന്താ ഒഴിച്ചുമാറ്റൽ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 1945 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. അതിലൊരു സംഭവം നടന്നു. എന്താ മക്കളെ?
ബ്രിട്ടൻ ജർമ്മനിയുടെ ആക്രമണത്തെ പറഞ്ഞ് 10,000 ഒഴിച്ചു മാറ്റി. 1990 കുവൈറ്റ് യുദ്ധം, സദാം ഹുസൈൻ്റെ അടിയെ പേടിച്ച് എല്ലാത്തിനും ഒഴിച്ചു മാറ്റി. ഇന്ത്യക്കാരും നമ്മുടെ ടൊയോട്ട സണ്ണിച്ചാൻ വഴി വന്ന് ഒഴിച്ചു മാറ്റാൻ കുവൈറ്റ് യുദ്ധം. 2013 യമനിൽ കലാപം, നേഴ്സുമാരെ ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്നു. 2015 സുഡാനി കലാപം, നമ്മുടെ നേഴ്സുമാരെ ആര് കൊണ്ടുവന്നു? മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ കൊണ്ടുവന്നു. 2018 പ്രളയം, എത്ര പേരെ സ്കൂളിൽ കയറി ഒഴിച്ചു മാറ്റി? 5 എല്ലാവരും കേൾക്കണം. 2020 കോവിഡ് വന്നു. ഇന്ത്യക്കാർ വിദേശത്തുള്ളവരെ കൊണ്ടുവരാൻ ഒരു വിമാന സർവീസ് ആരംഭിച്ചു. അതിൻ്റെ പേര് വന്ദേ ഭാരത്. മനസ്സിലാകുന്നവർക്കായി. അടുത്തത് കേട്ടോ, 6ാമത്തെ ഒഴിച്ചുമാറ്റം. ഇവിടെ ഇഷ്ടം പോലെ ഉക്രൈനിൽ പഠിക്കാൻ പോയ പെൺപിള്ളേർ ഇവിടെ ഉണ്ട്. പൊന്നമ്പിയിലും ഉണ്ട്, മണ്ണാങ്കോണത്തും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബദേൽപുരത്തും ഉണ്ട്, 5 മരങ്കാലയുണ്ട്. എവിടെ എല്ലാം കിടക്കുന്നത്? ഉക്രൈനി MBBS പഠിക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ അന്നൊരു സംഭവം വന്നു, ഒരു ഒഴിച്ചുമാറ്റൽ. അതിൻ്റെ പേര് ഓപ്പറേഷൻ ഗംഗ. മനസ്സിലാകുന്നവർക്കായി. പത്രം വായിരും മക്കളെ. രാഹുൽ മാങ്കൂട്ടത്തിലെ വായിക്കാതെ മാങ്കൂട്ടത്തിലും തേങ്കൂട്ടത്തിലും ഒക്കെ പോറായി. സ്വോത്രം. അത് ഓരോരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ പോറ്റി വരും, പോറ്റി വരുമ്പോൾ വേറൊരാൾ വരും. സ്വോത്രം. ഇതെല്ലാം ചാനൽ ഹൈറേറ്റ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓപ്പറേഷൻ ഗംഗ. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, ചെമ്പൂരിലെയും വെള്ളറുടെയും കുഞ്ഞുങ്ങൾ ഉക്രൈനിൽ പോയവർ എത്ര വിവരം എനിക്ക് തന്നെന്നറിയാവും. അവരെ ചേർക്കാൻ ആര് പോയി? ഇന്ത്യയുടെ വിമാനം പോയി. എയർ ഇന്ത്യ, ഇൻഡിഗോ, ഉത്തർപ്രദേശിലെ ഹിൻഡൻ എയർപോർട്സിന്റെ വിമാനം എവിടെ ചെന്നു? റഷ്യയിൽ ഇറങ്ങി, ബെലാറസിൽ ഇറങ്ങി. ആരെ കയറ്റി? പാകിസ്ഥാനിയെ കയറ്റിയോ? ഇല്ല. അമേരിക്കക്കാരനെ കയറ്റിയോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കക്കാരനെ കയറ്റിയോ? ഇന്ത്യൻ കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് മേടിച്ച് ആ വിമാനത്തെ കയറ്റി കൊച്ചിയിലും ന്യൂഡൽഹിയിലും കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി വരാൻ പോകുന്ന ഒരു ഒഴിച്ചുമാറ്റൽ. ആ ഒഴിച്ചുമാറ്റലിന്റെ പേര് രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ സ്വർഗസന്നിധിയിൽ കൊണ്ടുപോകാൻ ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കാൻ പോന്നു. അതിന്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. എത്ര കൊല്ലമായിട്ട് ഈ വെള്ളറുടെയിലും ആനപ്പാറയിലും ഫോറസ്റ്റ് ഗ്രൗണ്ടിലും എല്ലാം ഞാൻ പ്രസംഗിക്കുന്നു. സ്വോത്രം. ഇന്ന് രാത്രിയെങ്കിലും ആ ടിക്കറ്റ് മേടിച്ചോണം. ചില ചേട്ടന്മാർ ചേച്ചിമാർ ഇതുവരെയും ടിക്കറ്റ് മേടിച്ചില്ല. പ്ലാറ്റ്ഫോം ടിക്കറ്റാണ് കയ്യിലിരിക്കുന്ന. മനസ്സിലാക്കുന്നവർക്കായി. പ്ലാറ്റ്ഫോം ടിക്കറ്റ് കയ്യിലിരുന്നാൽ കാലം കൈവിട്ടുപോകും. ഇന്ന് രാത്രി മനസ്സിലാക്കി തരാം. അവസാന ഭാഗം മക്കൾ പാട്ടെടുത്ത് വെച്ചാറ് ഇപ്പം തീർക്കാൻ പോവാ. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെള്ളറുടെ 2 കുഞ്ഞുങ്ങൾ പോയി. സ്വോത്രം. ആരാ? ഒരുവൻ്റെ ഒരു ബോബസ്, മറ്റവൻ്റെ പേരെന്താ? ജോസ്മാൻ. 2 പേർക്ക് തൃശ്ശൂർ പോകണം. 9 മണിക്ക് വെള്ളറിന് പാസ്റ്റി തമ്പാനൂർ ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ നോക്കി 10:15 വരുന്നു മുംബൈ കന്യാകുമാരി തൃശ്ശൂരിലേക്ക്. നമ്മുടെ ബോബസി എന്ന് 10ന്റെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഒരു കട്ടൻ ചായ അടിച്ച്. ജോസി എന്ന് തത്കാൽ കൗണ്ടറിൽ ചോദിച്ചു, സാറേ തൃശ്ശൂരിന് ഒരു സ്ലിപ്പർ കിട്ടു. ആ ശൗരി പറഞ്ഞ് 8ാം നമ്പറിൽ പോയി ഒരു പ്ലാറ്റ്ഫോം ഒരു പേപ്പർ പൂരിപ്പിച്ചുകൊണ്ടോ ഞാൻ നോക്കട്ടെ. എന്തായാലും സിസ്റ്റർ നോക്കിയപ്പം മുണ്ട് ടിക്കറ്റ് S6 സീറ്റ് നമ്പർ 16. അവന് ടൈപ്പ് എടുത്തു. 210 രൂപ വാങ്ങിച്ചു. ആ സമയത്ത് 2 പേര് ചായ കുടിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ്. यात्रियों को श्रद्धा ध्यान के लिए कन्याकुमारी कोच्चि तक मुंबई तक जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लाറ്റ്ഫോം में आएगा. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ആരും കണ്ടിട്ടില്ല. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ കൊച്ചി വഴി മുംബൈ വരെ പോകുന്ന ജയന്തി ജനത 10:15 കൃത്യം എത്തിച്ചേരും. യാത്രക്കാർ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാത്തിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ദാ വരുന്നു ജയന്തി ജനത. S6ന്റെ അവിടെ 2 പേരുണ്ട്. ബോബസ് സഹോദരനുണ്ട്, ജോസ് സഹോദരനുണ്ട്. കട്ടകാലത്തിന് TTR ബാധൊക്കെ നിൽക്കുക. സ്വോത്രം. അന്ന് അയാൾ ടിക്കറ്റ് ചോദിച്ചു. പ്ലാറ്റ്ഫോം ടിക്കറ്റുമായിട്ട് ബോബസ് കയറാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ബേട്ടാ ഹിന്ദി പാട്ട് പാടിയുണ്ട്, ഹിന്ദി തന്നെ പറയാം. ബേട്ടാ ये ट्रेन का अंदर जाने का टिकट नहीं है, इधर कैंटीन में चाय पी के इधर बैठो. മനസ്സിലാകുന്നവർക്കായി. തമിഴൻ അണ്ണാച്ചി കടയിൽ നിന്ന് ചായ കുടിക്കാൻ. സ്വോത്രം. ഉടനെ ജോസ് ടിക്കറ്റുമായിട്ട് വന്ന് നല്ല ടിക്കറ്റ് S6 16 സീറ്റ്. ജോസിന്റെ അടുത്ത് ഹിന്ദി തന്നെ പറഞ്ഞു, ബേട്ടാ ആപ്കാ സീറ്റ് ഉദറേ ആ കുർസി മേ ജാക്കെ ബൈഠോ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എത്ര വെള്ളറടയിലും പൊന്നമ്പിയിലും മണ്ണാങ്കോണത്തും 5 മരങ്കാലും ബദേൽപുരത്ത് ആറാട്ടുകുടിയിലും മണലിയിലും അത് കഴിഞ്ഞ് കൂതാളി ചെറിയ കൊല്ലെ പുലിയൂർശാല എല്ലാം ഞാൻ നിരത്തി. ഇന്ന് രാത്രി ഇതുവരെ രക്ഷയുടെ ടിക്കറ്റ് കിട്ടാതെ നീ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ ജയന്തി ജനത വരും. വണ്ടി പോയിട്ട് കൈ കാണിച്ചിട്ട് കാര്യമില്ല. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി വണ്ടി വരുന്നതിന് മുമ്പ് രക്ഷയുടെ ടിക്കറ്റ് കൈക്കലാക്കിയാൽ എൻ്റെ കാന്തന്റെ വരവിൽ എടുക്കപ്പെടാൻ കാലമായി. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും. അത് യെരൂശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നു. വാളൻ ബാക്കി രാത്രി. ഇന്ന് രാത്രി അവസാനമായി എഴുന്നേറ്റ മക്കളെ, പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു പരമയാഗമായെങ്കിൽ
അവന്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണം. എല്ലാവരും എഴുന്നേറ്റാട്ട്. പുറത്തൊരു മഴ പെയ്യുമ്പോൾ അകത്തൊരാത്മ മഴ പെയ്യട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വെള്ളറടയിൽ എന്നെ കാത്ത ദൈവത്തിന് കോടാനുകൂടി സ്വോത്രം. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ തകരട്ടെ. ആരാധനയ്ക്ക് വിരോധമായി പോരാടുന്ന ദുഷ്ടന്റെ ശക്തികൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥന യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇത് വിടുതലിന്റെ രാത്രി, ഇത് സൗഖ്യത്തിന്റെ രാത്രി, ഇത് നിന്റെ കെട്ടുകൾ പൊട്ടുന്ന രാത്രി. രീക ചാണക ബൗഡ മനാദന ബന്ധൽ കമന എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കും.